നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. വിൻഡോസിലാണെങ്കിൽ നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. എന്നിട്ട് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫോൾഡറിലെ പാത്ത് കോപ്പി ചെയ്ത ശേഷം CD എന്ന് നൽകിയിട്ട് നിങ്ങൾ ആ പാത്ത് ഏതാണോ പാത്ത് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ പൈത്തൺ ഫോൾഡറിലേക്ക് വരുന്നതായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാക്കാണ്. ഞാൻ ഇത് ക്ലിയർ ചെയ്യുന്നു. വിൻഡോസിൽ ക്ലിയർ ചെയ്യാനായിട്ട് CLS ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ പൈത്തൺ എന്ന് വെറുതെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഡീഫോൾട്ടായിട്ടുള്ളത് മാക്കിലും ലിനക്സിലും ഈ ഒരു ഫീച്ചറുണ്ട്. ഡീഫോൾട്ടായിട്ടുള്ള പൈത്തൺ 2.7 കാണുന്നതാണ്. ഇതിൽ നിന്ന് ഈ ഒരു പൈത്തൺ കൺസോളിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവിടെ നമുക്ക് നമ്മുടെ പ്രിൻ്റ് ഫങ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും നമ്മുടെ കൺസോളിലേക്ക് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ഒരു റിസൾട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഫംഗ്ഷനാണ് പ്രിൻ്റ് എന്ന് പറയുന്നത്. എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഹലോ എന്ന് കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോളും ഡിയും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും എക്സിറ്റ് ആവും. കൂടാതെ നമുക്ക് ഈ കൺസോളിൽ നിന്ന് എക്സിറ്റ് ആകാൻ വേണ്ടി എക്സിറ്റ് എന്ന ഫംഗ്ഷനും ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പൈത്തൺ 2.7 അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ പൈത്തൺ 3.8 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പൈത്തൺ 3 എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. പൈത്തൺ 3 എന്ന് കൊടുക്കാം. പൈത്തൺ 3 നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പൈത്തൺ 3.8.1 ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വേർഷൻ. ഇതിലും നമുക്ക് പ്രിൻ്റ് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. പ്രിൻ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, കൺട്രോൾ D കൊടുക്കുക എക്സിറ്റ് അടിക്കാനായിട്ട്. ഇനി നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിത് ക്ലിയർ ചെയ്യുകയാണ്. ക്ലിയർ കമാൻഡ് കൊടുക്കുന്നു. ഞാനിപ്പോൾ ഒരു കാൽക്കുലേഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈത്തൺ 3 എന്ന് കൊടുക്കുക. 5 + 6 എന്ന് കൊടുക്കുക. 11 എന്ന് കിട്ടും. അതായത് ഇൻ്റർപ്രെറ്റർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് ലഭ്യമായി കിട്ടും.